അല്ല, എന്റെ സന്തോഷം എന്ന് വെച്ചാൽ എനിക്കൊരു ഒരു ത്രൂ ഔട്ട് ഒരു പടം ഷാജി കൈലാസ് പടത്തിൽ ചെയ്യാൻ പറ്റി, ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് എന്റെ സന്തോഷം. പിന്നെ ജോജുവിന്റെ ഒന്നും പറയാനില്ല, കാരണം ജോജു ഒന്നൊന്നര വരവ് തന്നെയാണ് വന്നേക്കണത്. ഫൈറ്റൊക്കെ കിൻഡിലിടി, എനിക്ക് ഡബിൾ കിൻഡി, എത്ര കിൻഡിലിടി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് കിൻഡിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരുന്നത് ആ ഇടിയുടെ പവറാണ്. അന്ന് സപ്പോർട്ട് സ്നേഹവും ഇനിയും തരും, അത് തന്നെ. പിന്നെ പടം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഷാജി കൈലാസ് പടത്തിൽ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ എന്താ പറയുക ഇടിയും ആക്ഷൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഫാമിലി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറേ പോർഷൻസ് ഉണ്ട്. പടം കണ്ട് നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ട്? അപ്പൊ അതേ അഭിപ്രായം തന്നെ, അതേ അഭിപ്രായം തന്നെ എനിക്കും. അല്ല, എന്റെ സന്തോഷം എന്ന് വെച്ചാൽ എനിക്കൊരു ഒരു ത്രൂ ഔട്ട് ഒരു പടം ഷാജി കൈലാസ് പടത്തിൽ ചെയ്യാൻ പറ്റി, ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് എന്റെ സന്തോഷം. ഫസ്റ്റ് ടൈം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഷാജി കൈലാസ് പടം വന്നിട്ടുള്ളത്. കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഷാജി കൈലാസ് അനേക വർഷങ്ങളായിട്ട് മലയാള സിനിമ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതില് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ വാണി വിശ്വനാഥ് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ നമുക്ക് കുറെ ചിത്രങ്ങളൊക്കെ ഇതിലോട്ട് വന്നു ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ. ദ കിങ്, തലസ്ഥാനം, അങ്ങനെ ഒരുപാട് പടം, സ്ഥലത്തെ പ്രധാന വയ്യൻസ്, അങ്ങനെ ഒരുപാട് പടങ്ങൾ അദ്ദേഹം, നരസിംഹം, അങ്ങനെ ഒരുപാട് ആളുകളെ മലയാളി പ്രേക്ഷകരെ രസിപ്പിക്കുന്നത്. കാരണം നല്ല ത്രില്ലിംഗ് ആയിട്ട് എടുത്തേക്കുന്ന ചിത്രങ്ങളെല്ലാം, ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമുക്ക് പേര് പറയുകയാണെങ്കിൽ ഏകല്ല, അങ്ങനെ ഒരുപാടുണ്ട് സംഭവം പറയാനായിട്ട്. അപ്പോൾ ഷാജി കൈലാസ് ഇപ്പം ഇതിൽ നമുക്ക് വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ നടിയെ, റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞതിന് ശേഷം വാണി വിശ്വനാഥിൻ്റെ മറ്റൊരു തിരിച്ചു, അതും ഒരു പോലീസ് ഓഫീസർ വേഷത്തിൽ. കിങ്ങിൽ കളക്ടറിൻ്റെതായിരുന്ന അസിസ്റ്റന്റ് കളക്ടറാണെങ്കിൽ ഇതിൽ ഞെട്ടിക്കുന്ന ഡയലോഗ്, അതെൻ്റെ ആ കളക്ടറിൻ്റെ അവരെവിടെ നിന്നാണ് വന്നേക്കണത്, അവിടെ നിന്നുള്ളൊരു ആ ശൈലി നമ്മുടെ സംഭാഷണത്തിലൊക്കെ വാണി വിശ്വനാഥ് നല്ല ഇത് വരുത്തിയിട്ടുണ്ട്. പിന്നെ ജോജുവിൻ്റെ ഒന്നും പറയാനില്ല, കാരണം ജോജു ഒന്നൊന്നര വരവ് തന്നെയാണ് വന്നേക്കണത്. ഫൈറ്റൊക്കെ കിൻഡിലിടി, എനിക്ക് ഡബിൾ കിൻഡി, എത്ര കിൻഡിലിടി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് കിൻഡിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരുന്നത് ആ ഇടിയുടെ പവറാണ്. പവർഫുള്ളായിട്ടുണ്ട്, കാരണം എല്ലാവരും. പിന്നെ അർജുനേശ്വരൻ്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷമാണ് ഇതിൽ കിട്ടിയേക്കുന്നത്. പിന്നെ ആ ഒരു ചെറിയ കുട്ടി കാഴ്ചയില്ലാതെ അഭിനയിക്കുന്ന ആ കൊച്ചിൻ്റെ റോളും അത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പറയുന്നത് സുകന്യനെയൊക്കെ ഇന്ത്യൻ ടൂവിലൊക്കെ കണ്ടേച്ച് ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം കമലഹാസൻ്റെ കൂടെയൊക്കെ വളരെ പ്രായം ചെന്നൊരു കഥാപാത്രം അതിൽ അവതരിപ്പിച്ചൊരു സുകന്യ. അതുപോലെ ഇതിൽ വന്നപ്പോൾ നമുക്ക് സുകന്യനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. കാരണം മമ്മൂക്കയായിട്ടൊക്കെ സുകന്യ പടത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, സാഗരം സാക്ഷി പോലെയുള്ള പടത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു റോള് കൊടുത്ത്. ഇപ്പോൾ സുകന്യനെയൊക്കെ നമുക്ക് ഇപ്പോഴും അന്ന് കണ്ട ഇതൊക്കെ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ മലയാളം നല്ല നല്ല ചിത്രങ്ങളൊക്കെ മനസ്സിൽ കയറി വരും. ഒരു 90s വൈബ് മലയാളം മൂവി കണ്ട അത് തന്നെയാണല്ലേ ഇത്? ഞാനാ ഈ പടത്തിൽ അത് തന്നെ പറഞ്ഞ ഷാജി കൈലാസ് ഓരോ ചിത്രങ്ങൾ ഇറക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. കാരണം അദ്ദേഹം ഇച്ച രീതിയിൽ കുറേ ഇതായിട്ട് പാടി വെച്ചു. ഇപ്പം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് മകൻ വരുന്നുണ്ട്. ഈ മകൻ്റെ ചിത്രം ഇപ്പം അടുത്ത് തന്നെ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആയാലും നല്ലൊരു ചിത്രം, അടിപൊളി, സൂപ്പർ, ഗംഭീരമായിരുന്നു. ഒരു ഷാജി കൈലാസ് പടത്തിൽ വീണ്ടും പങ്കെടുക്കാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ വീണ്ടും ചെറുതാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പടം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഷാജി കൈലാസ് പടത്തിൽ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ എന്താ പറയുക ഇടിയും ആക്ഷൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഫാമിലി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറേ പോർഷൻസ് ഉണ്ട്. റൊമാൻസ്, മ്യൂസിക് ഒക്കെ ഗംഭീരമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഒരു സംശയമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചത് തിയേറ്ററിൽ തന്നെ കാണാൻ. അപ്പോൾ അത് അങ്ങനെ ഒരു ഷാജി കൈലാസ് പടത്തിനെ പറ്റി നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. 100% തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. പിന്നെ ജോജുവിന് എനിക്ക് തോന്നുന്ന പൊറിഞ്ചുമറയത്തിന് ശേഷം ഇതുപോലത്തെ ഒരു ഇടി നമ്മൾ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു നല്ല ഇടി ഉണ്ട് പടത്തിൽ, ആവശ്യത്തിന് ഇടിയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്. എൻ്റെ പടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു ഷാജി കൈലാസ് സാർ എന്ന് പീലിച്ചായൻ. പിന്നെ നല്ലൊരു പടമാണ്. പിന്നെ ഷാജി കൂടെ ഞാൻ ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം മൂവി. പിന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. പിന്നെ എൻ്റെ പീലിച്ചായനെ കിട്ടിയല്ലോ, തിരിച്ചു കിട്ടിയില്ലേ? ഉണ്ട്, അത്യാവശ്യം. അതൊരു ഭാഗ്യമാണ്. അന്ന് സപ്പോർട്ട് സ്നേഹവും ഇനിയും തരും, അത് തന്നെ. കേൾക്കുന്നില്ല? അല്ലല്ല, ഇത് ആദ്യം സ്റ്റോറി ഞാൻ കേട്ടൊന്നുമില്ല. ഇത് മാർക്കോ സ്റ്റൈലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും
ഷാജി കൈലാസ് സാറാണ് എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഒന്നും പറയില്ല. അപ്പൊ തന്നെ ഞാൻ റെഡി ആയിരുന്നു ചെയ്യാൻ. സ്റ്റോറി പോലും കേട്ടില്ല, ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു ചെയ്യാനായിട്ട്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്റർ മൊത്തം കുലുങ്ങിപ്പോയി. പുള്ളിയുടെ പിന്നെ തീർച്ചയായും താങ്ക്സ്. ഓക്കെ. കാര്യമാണോ നമ്മൾ വർക്ക് ചെയ്തൊരു പടം കാണാൻ പറ്റുക പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ കണ്ടു, നിങ്ങളുടെ കൂടെ കണ്ടു, പടം ഓക്കെയാണ്, അടിപൊളിയാണ്. നിങ്ങൾ കണ്ടല്ലേ, പടം കണ്ടില്ലേ? ഇടി ഓക്കെ അല്ലേ? നല്ല ഇടിയാണ്, അതന്നെ വേണ്ടു. അതെ, കുറച്ചാണെങ്കിലും അല്ലേ, അത്യാവശ്യം ഇടി വാങ്ങിയില്ലേ, കുഴപ്പമില്ല. അതെ, കുഴപ്പമില്ല, പണ്ടോട്ട് ഇടി വാങ്ങുന്നതാണ് കുഴപ്പമില്ല.